ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബി വേൾഡ് ബൈ ചിഞ്ചു. അപ്പൊ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. നോക്കട്ടെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഗുഡ് മോർണിംഗ് പറ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇന്ന് ഇവൾ എന്റെ കൂടെ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ട് അറിയത്തില്ല എത്രത്തോളം പണികളൊക്കെ നീങ്ങും എന്നുള്ളത്. ഇച്ചാൻ എഴുന്നേറ്റിട്ടില്ല. നമുക്കപ്പം നോക്കിയാലോ. മുന്നോട്ട് എണീപ്പിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാവേ. ഗുഡ് മോർണിംഗ് പറസേ. അപ്പൊ ഇവിടെ നോക്ക്. അപ്പനോട് ഇവിടെ നോക്കാൻ പറഞ്ഞു. Say good morning. Good morning. Not your dad. Good morning. ബാക്കി പരിപാടി നോക്കാം നമുക്ക്. അപ്പൊ ഇന്ന് ഹോളിഡേ ആണ്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓഫീസിൽ പോകാൻ വർക്കില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ വെച്ചാൽ ഒരു 8-8:30 പോകണം. അപ്പൊ ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി പരിപാടികളൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം നമ്മളൊരു കട്ടൻ ഇടാം. അപ്പൊ ഞാൻ കട്ടനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മുടെ കറുവപ്പട്ട ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് പീസ് ഞാൻ ഇടും. അപ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല റിഫ്രഷിങ് ഫീൽ കിട്ടും ആ കട്ടൻ ചായ കുടിക്കുമ്പോൾ. അപ്പം കട്ടൻ ചായ ഇട്ടിട്ട് കാണാം ഇനി. I made my best single, came out and felt so great. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. അങ്ങനെ നല്ലതാണ്. ഇപ്പം ഈ ചായ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയിരിക്കുവാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. കണ്ടോ, ഇവിടെ സിങ്കിലും കഴിച്ച പാത്രങ്ങളും അങ്ങനെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. പിന്നെ എന്താ, ഉച്ചക്കത്തേക്കുള്ള ചോറ് ഞാൻ ഓൾറെഡി വെച്ചു, റൈസ് കുക്കറിലേക്ക് ഇട്ടു. അതവിടെ ഇരുന്നാവട്ടെ. അപ്പം ഇനി കറീൻ്റെ പരിപാടി നോക്കണം. ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നോക്കാം. പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങൾ കുടിപ്പിക്കാനുണ്ട്, അങ്ങനത്തെ പരിപാടികൾ. ഉച്ചയായി. ഞാൻ മിന്നൂട്ടിക്ക് ഫുഡ് കൊടുത്തു, നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അവളെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഇനിയിപ്പം ഉറക്കാനുള്ള പരിപാടിയാണ്. ഉറങ്ങുന്ന സമയമാണ്. ഗുഡ് നൈറ്റ് പറയാം എല്ലാവർക്കും. ചോറും കറിയൊക്കെ ഓൾറെഡി റെഡി ആക്കിയായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആകെ മൊത്തം തിരക്കായിപ്പോയി. കൊച്ചും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ അത് പറ്റിയില്ല. മോരുകറിയും ഇച്ചിരി ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു ചായ പോയി വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതുമായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ദെൻ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് പരിപാടികളുണ്ടായിരുന്നു. അതിനുവേണ്ടി കുഞ്ഞിനെ ഞാൻ ആദ്യം അങ്ങ് റെഡി ആക്കുവാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഓഫാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവളെ റെഡിയാക്കി നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടാളും റെഡിയാകാൻ വേണ്ടി പോയി. അങ്ങനെ വേഗം ഓരോ പരിപാടികൾ തീർക്കുമായിരുന്നു.
പറ്റാവുന്ന പോലെ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയി, എനിക്കറിയാം. ഇത്തവണത്തേക്ക് നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കറക്റ്റായിട്ട് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. തുണി വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഞാനത് തിരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട്. മിന്നുട്ടിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേൻ്റെ ഡ്രസ്സും അങ്ങനത്തെ കുറച്ച് കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് ഇപ്പം. അപ്പൊ ഞങ്ങളെന്നാ പോയേച്ച് വരാം കേട്ടോ. ടാറ്റ ബൈ പറഞ്ഞ മിനിറ്റ്. ഷോപ്പിങ്ങിന് വേണ്ടി പോയത് ഗലേറിയ മാളിലായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ഇച്ചാൻ്റെ കൊളീഗും ഫാമിലിയും ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്കും ഒരു മോനുണ്ട് കേട്ടോ. മിക്കു എന്നാണ് പേര്. മിക്കു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ മിക്കുവായിട്ട് മിന്നൂട്ടി അങ്ങ് കൂട്ടുകൂടി. പിന്നെ അവർ 2 പേരും കൂടെ കളിയായി. കുറേ നേരം അവരങ്ങനെ എൻജോയ് ചെയ്തു. നമ്മൾ മീൻവെൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല. ബർത്ത്ഡേ വരുന്നുണ്ട് മിന്നൂട്ടിൻ്റെ. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് എടുക്കണം, പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും എടുക്കണം. അപ്പം ബർത്ത്ഡേയുടെ ഡ്രസ്സ് ആദ്യം ഞങ്ങൾ പോയിട്ട് ഷോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മിക്കുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പോയത്. കുറേ നേരം കളിച്ചു. ദേ ഹാഡ് എ ഗ്രേറ്റ് ടൈം ആക്ച്വലി. ദേ എൻജോയ്ഡ് എ ലോട്ട്. പിന്നെ നമ്മളും അവരുടെ കൂടെ നിന്ന് കേട്ടോ. രസമായിരുന്നു. അങ്ങനെ കുറേ നേരം അവരുടെ കൂടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ താഴെ സ്പാറിൽ വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോരുക ചെയ്തത്. So great. ഡിന്നർ ടൈമായി. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവിടെ മൂവി വെച്ചിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പോയതേ അറിഞ്ഞില്ല കേട്ടോ. വളരെ പെട്ടെന്ന് പോയി. പിന്നെ ഞങ്ങൾ വേഗം തന്നെ പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.